വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ, നമ്മൾ പാർട്ട് 3 ആണ് ചെയ്യാൻ പോണത്, ദ കിസ്സിങ് ഹാൻഡിൻ്റെ. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്താലും ഫസ്റ്റിൽ തന്നെ ഞാൻ കഴിഞ്ഞ ഇതിൽ പഠിപ്പിച്ച 2 പാരഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് പറയാം. സോ അതാണ് നമ്മളിന്ന് പറയാൻ പോണത് കേട്ടോ, ഫസ്റ്റിൽ. എന്നിട്ട് നമുക്ക് ബാക്കിയിലോട്ട് പോവാം കേട്ടോ. ഇനി കുറച്ചുകൂടെ ഉള്ളൂ, ചെറിയൊരു ശബ്ദം ഉണ്ടാവും, അത് ജനലിങ്ങനെ തൂക്കുന്ന ശബ്ദമാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഓക്കെ, സിസ്റ്റേഴ്സ് മദർ, ഇത് പേജ് നമ്പർ 10, അതായത് നമ്മൾ ആ ഒരു എന്താണ് ഐ വിൽ ഷോ യു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഈ ഒരു ഇതാണ് കേട്ടോ ഈ ലാസ്റ്റത്തിൽ അതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദ ഓൾഡ് സീക്രട്ട്, വാട്ട് മേ ബി ദ സീക്രട്ട്? ഇതാ നോക്കിക്കോ. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ എന്താണ്, ചെസ്റ്റിൻ്റെ അമ്മ അവനോട് ഒരു സീക്രട്ട് പറഞ്ഞു, അതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ദി കിസ്സിങ് ഹാൻഡ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ദി കിസ്സിങ് ഹാൻഡ്. ഓക്കെ, സോ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി എടുക്കുക. ലാസ്റ്റ് ഈ ഒരു എല്ലാ പാർട്ടും കഴിയുമ്പോഴത്തേക്കിനും ഞാൻ എന്തായിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഒരു PDF ഞാൻ എന്തായിരുന്നാലും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. നെക്സ്റ്റ്, സിസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം, അതെന്താണ്? ദ കിസ്സിങ് ഹാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് മിസ്സസ് റാക്കൂൺ ഹെൽപ്പ് ചെസ്റ്റേഴ്സ് ഓവർകം ഹിസ് ഫിയർ? എന്താണ്, എങ്ങനെയാണ് ചെസ്റ്ററിൻ്റെ അമ്മ അവനെ അവൻ്റെ പേടിയിൽ നിന്നും മാറാൻ വേണ്ടി സഹായിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേടി മാറാൻ വേണ്ടി സഹായിച്ചത് എങ്ങനെ എന്നതാണ്. അവൻ്റെ അമ്മ എങ്ങനെയാണ് അവൻ്റെ പേടിയിൽ നിന്ന് മാറാൻ സഹായിച്ചത്, എങ്ങനെയാണ്? സോ ഓക്കെ, എങ്ങനെയാണ്? ആദ്യമേ തന്നെ അവർ പറഞ്ഞു, നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, നിനക്ക് പുതിയ ടോയ്സിനെ കിട്ടും. ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടോ, കാരണം എൻ്റെ കാലൊട്ടും വയ്യ, നിന്ന് കാല് ഇഴയ്ക്കണു ഗൈസ്. ഓക്കെ, അപ്പം എന്താണ്, നിനക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും, നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, നിനക്ക് പുതിയ ടോയ്സ് കിട്ടും, നിനക്ക് പുതിയ ഊഞ്ഞാലിലാടാ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഓൾഡ് സീക്രറ്റ് പറഞ്ഞു കൊടുത്ത്, അത് ചെയ്ത് കാണിച്ചു കൊടുത്ത്, അങ്ങനെ അവനെ ഓവർകം ചെയ്തെടുത്തോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോവാം. അവരിങ്ങനെ ഗേറ്റിൻ്റെ ഇവിടെ നിൽക്കുന്ന ഒരു പിക്ചറാണ് കാണുന്നത് കേട്ടോ, കണ്ടോ? സോ ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. എന്താണ്? നീ കെയർഫുൾ ആയിട്ടിരിക്കണം, അതൊരിക്കലും കളയാൻ പാടില്ല. ലൂസ് അല്ല, ലോസ് ഇറ്റ്. ഓക്കെ, ഷീ ടീസ്ഡ് ഹിം. ടീസ്ഡ് മീൻസ് കളിയാക്കുക, കളിയാക്കുന്നത് പോലെ പറഞ്ഞു. But don't worry when you open your hand to wash after having food. പക്ഷെ നീ വിഷമിക്കണ്ട, നീ നിന്റെ കൈ എന്താണ് മുമ്പ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ. സോ ഓക്കെ, അപ്പം അത് നീ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും ഇത് പോവില്ല. അതായത് ഫുഡ് കഴിച്ച് നീ ഇത് കൈ കഴുകുമല്ലോ, കൈ കഴുകിയാലും ഇത് കയ്യിൽ ഒട്ടിപ്പിടിച്ച് തന്നെ ഇരിക്കും എന്ന് പറയാണ്. നെക്സ്റ്റ്, ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് അവൻ്റെ കിസ്സിങ് ഹാൻഡ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പം now he knew his mother's love would go with him wherever he went. എന്താണ്, അവൻ എവിടെ പോയാലും അവൻ്റെ അമ്മയുടെ സ്നേഹം അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അവന് മനസ്സിലായി എന്ന് പറയാൻ. ന്യൂ മീൻസ് മനസ്സിലായി, അറിയുക എന്നതാണ്. ഈവൻ ടു ദ സ്കൂൾ, സ്കൂളിൽ പോയാൽ മതി. That night Chester stood in front of his school and looked thoughtful. എന്താണ്, അന്ന് രാത്രിയിൽ അവൻ്റെ സ്കൂളിൽ അവൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നു. സഡൻലി ഹി ടേൺഡ് ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. ഞാൻ പറഞ്ഞു ചിരിച്ചു. എന്താണ്, പെട്ടെന്ന് അവൻ അവൻ്റെ അമ്മയോട് തിരിഞ്ഞ് ചിരിച്ചു, അമ്മയുടെ അടുത്ത് തിരിഞ്ഞ്. ഗിവ് മി യുവർ ഹാൻഡ്. നിൻ്റെ കൈ ഇങ്ങനെ തരൂ, അല്ല നിൻ്റേത് പറയത്തില്ല, നിങ്ങളുടെ കൈ നീട്ടു എന്ന് പറയാണ്. ഹി ടോൾഡ് ഹെർ, എന്താണ് അവൻ അവളോട് പറഞ്ഞു. ചെസ്റ്റർ took his mother's hand in his own and unfolded her large familiar fingers into a fan. അവളുടെ കൈകൾ ഇങ്ങനെ നീട്ടി വെച്ചിട്ട്, വലിയ കൈയാണല്ലോ അമ്മയല്ലേ, അപ്പോൾ അങ്ങനെ നീട്ടി വെച്ചതിന് ശേഷം നെക്സ്റ്റ്
He leaned forward and kissed the center of her hand. എന്താണ് മുമ്പോട്ട് കുനിഞ്ഞ് എന്ത് ചെയ്തു അവളുടെ അമ്മയുടെ നടുക്ക് സെൻറ്റർ കൈപ്പത്തിയുടെ സെൻറ്ററിൽ ചുംബിച്ചു എന്ന് പറയാണ്. നെക്സ്റ്റ്, നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പോൾ അമ്മയ്ക്ക് ഉണ്ടല്ലോ ഒരു കിസ്സിങ് ഹാൻഡ് എന്നെ പോലെ എന്ന് പറയാണ്. He told her with a gentle goodbye. എന്താണ് അവൻ എൻ്റെ അമ്മയോട് ഒരു ജെന്റിൽമയമായൊരു ഗുഡ് ബൈയോട് കൂടി പറഞ്ഞു. I love you, Chester said as he turned and glanced away. എന്താണ് ചെസ്റ്റർ പറഞ്ഞു ഐ ലവ് യു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അമ്മേ എന്ന് പറഞ്ഞിട്ട് ചെസ്റ്റർ ഡാൻസ് കളിച്ച് തുള്ളി സ്കൂളിലോട്ട് പോയി. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെസ്റ്റർ ഡാൻസ് കളിച്ച് സ്കൂളിൽ പോകുന്നു. അമ്മ മരത്തടിയുടെ ഇടയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. So next, Mrs. Raccoon watched Chester scamper across a tree limb and enter the school. ഈ റാക്കൂണ് ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ തൻ്റെ മോൻ ഇങ്ങനെ തുള്ളിച്ചാടി പോണത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്കാമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്റ്റെപ്പ് വെച്ച് ചെറിയതായിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നത് കണ്ടു. ട്രീ ലിംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടു. നെക്സ്റ്റ്, ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ. എന്താണ് ആദ്യത്തെ അങ്ങനെ ഒരു വർഷത്തെ ആദ്യത്തെ സ്കൂൾ ബെൽ അടിച്ചു. ഷി പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. എന്താണ് അവളുടെ ഒരു കിസ്ഡ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് അവളുടെ ചീക്കിലേക്ക് അമർത്തിപ്പിടിച്ച് ചിരിച്ചു. The warmth of Chester's kiss filled her heart with special words. എന്താണ് ചെസ്റ്ററിൻ്റെ കിസ് അവളുടെ ചെസ്റ്ററിൻ്റെ മുത്തം ഉമ്മ അവളുടെ മുഖത്ത് മുഴുവനും അവളുടെ ഹൃദയം മുഴുവനും ഹൃദയം മുഴുവനും നിറയുകയും എന്നിട്ട് സ്പെഷ്യൽ വേർഡ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു അല്ലേ. നെക്സ്റ്റ്, ഒരു സ്പെഷ്യൽ വേർഡ് എന്താണ്? ചെസ്റ്റർ ലവ്സ് യു. ഇറ്റ് സാക്ക്. എന്താണ് ചെസ്റ്റർ ലവ്സ് യു എന്നിങ്ങനെ ആവർത്തിച്ച് പറയുകയുണ്ടായി. ചെസ്റ്റർ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നിങ്ങനെ പറയുകയുണ്ടായി. നെക്സ്റ്റ്, എബൌട്ട് ദ ഓദർ നമുക്ക് പിന്നെ ഒരു ദിവസം പഠിക്കാമേ. ഇച്ചിരി കൂടിയുള്ള ഞാനിപ്പോൾ പറഞ്ഞുതരാം. റിട്ടൺ ബൈ ഓഡ്രി പെൻ ഈസ് ആൻ അമേരിക്കൻ. ഓഡ്രി പെൻ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടി കഥ എഴുതുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ് അദ്ദേഹം. ഓഡ്രി പെൻ ആണ് ഇത് എഴുതിയത്. പിന്നെന്താ പറഞ്ഞത്? ഇത് കിസ്സിങ് ഹാൻഡ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി എന്ന് പറയാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൂ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ആരൊക്കെയാണ് ഈ ഒരു കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ്? ആരൊക്കെയാണ്? മിസ്സസ് റാക്കൂണും ചെസ്റ്ററും അല്ലേ. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? എനിക്ക് ഈ കഥയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാർട്ടെന്ന് പറയുന്നത് മറ്റേ നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് പാർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു എന്ന് പറയുന്നത് അതിങ്ങനെ ഇപ്പോൾ ഇതിൽ നമ്മളൊരു കഥ വായിക്കുന്ന പോലെയാണ് തന്നിട്ടുള്ളത്. പക്ഷേ അതെന്തോ ഞാൻ വായിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിങ്ങിൽ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, മോസ്റ്റ് വൈ കാരണം എന്ന് പറയുന്നത് അതൊരു ഫീലിംഗ് കൊണ്ടുള്ള ഒരു നല്ലൊരു സന്തോഷം. ജെന്റ്ലി ഗുഡ് ബൈ ഇങ്ങനെ നമുക്കതൊരു ഫീൽ ആവില്ലേ. എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ടും അതേപോലെ തന്നെ അതിൻ്റെ കാരണവും നിങ്ങൾ എന്തായിരുന്നാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പാഠം തീർന്നു. ഇനി നമുക്ക് നാളെ തൊട്ട് ആക്ടിവിറ്റീസ് ചെയ്ത് തുടങ്ങാം. നെക്സ്റ്റ് ഇതിൽ ചെറിയൊരു ഗ്ലോസറി തന്നിട്ടുണ്ട് കേട്ടോ. ഗ്ലോസറിയൊക്കെ നമ്മൾ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായിരുന്നാലും ഇതിൻ്റെ PDF സ്ക്രീൻഷോട്ട് എടുത്ത് ആഡ് ചെയ്ത് ഇട്ടേക്കാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.